കഴിഞ്ഞ ദിവസം ഒരു മഹാൻ പറയുന്നത് കേട്ടു. കുറേ നാളോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നാണക്കേടായിട്ട് തോന്നുന്ന ഒരു കാലം വരുമെന്ന്. ഇത് കേട്ടപ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എന്ത് തോന്നി? ഒരു പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഉന്നത തലപ്പത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, നമ്മുടെ രാജ്യം ഭരിക്കുന്ന തലപ്പത്തിരിക്കുന്ന ഒരാൾ പറഞ്ഞ കാര്യമാണ്, ഇന്ത്യയിൽ മൊത്തം ഹിന്ദി സംസാരിക്കുന്നത് ഭയങ്കര അഭിമാനമായിട്ട്. അത് അഭിമാനമാണ്, പക്ഷേ ഹിന്ദി മാത്രം, അതായത് ഇംഗ്ലീഷ് ഇല്ലാതെ ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറുന്നു. ഇവർ തന്നെയാണ് പറയുന്നത് നമ്മുടെ രാജ്യം വികസനത്തിലൂടെ മുമ്പോട്ട് നയിക്കുമെന്ന്. ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. 4 ആൾക്കാരോട് വിദേശത്തു നിന്ന് ഒരു പുറത്ത് നാട്ടിൽ പോയിട്ട് നെഞ്ചുറപ്പോടെ സംസാരിക്കാൻ ഈ ഭാഷ കൂടിയേ തീരുള്ളൂ, ഇംഗ്ലീഷ്. അപ്പോൾ ഈ ഹിന്ദി മാത്രം പഠിച്ച് നാട്ടിൽ നമ്മൾ ഹിന്ദി മാത്രം പഠിച്ചിട്ട് നമ്മളെ പുറത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, അതായത് ഇനി നമുക്ക് വേറെ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള സംഭവങ്ങൾ നമുക്കുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒന്നെങ്കിൽ ഓൾറെഡി ഇന്ത്യ മൊത്തം കടത്തിലാണ്, അവിടെ നിന്ന് ഇവിടെ നിന്നും കടം മേടിച്ച് ട്രംബളിനും താങ്ങിയാണ് ജീവിക്കുന്നത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരണത്തിൽ വന്നു കഴിഞ്ഞാലും അമേരിക്കയെ താങ്ങാതെ ജീവിക്കാനുള്ളൊരു കൽപ്പൊന്നും നമ്മുടെ രാജ്യത്തിനില്ല. അമേരിക്ക തന്നെയല്ല, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന രീതിയിലുള്ള ഭരണമാണ് എല്ലാ കാലത്തും ഉള്ളത്. ഇപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ. ആ അളിയൻ പറയുന്ന കേട്ട് എനിക്ക് ശരിയാ വന്നത്. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ഫോളോ ചെയ്യുന്ന ആളായിക്കോട്ടെ, എന്തായിരിക്കും നിങ്ങൾക്ക് അത് കേട്ടപ്പോൾ തോന്നിയത്? അഭിമാനം കൊണ്ട് രോമം എഴുന്നേറ്റ് നിൽക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഈ തറ എന്താ പറഞ്ഞെന്ന് തോന്നുകയാണ് ചെയ്തത്? എന്തായാലും എല്ലാവർക്കും അത് തുറന്നു പറയാൻ പറ്റത്തില്ല, കാരണം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തുറങ്കലടയ്ക്കപ്പെടുന്ന കാലമാണ്. എന്തായാലും ആ രാഷ്ട്രീയ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ആ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഒരിക്കലും അത് അംഗീകരിക്കാൻ പാടില്ലാത്ത കാര്യമാണത്. സംഭവം നമ്മൾ പുറകോട്ടാണ് പോകുന്നത്, മുമ്പോട്ടല്ല. ഹിന്ദി സംസാരിക്കണം, നമ്മുടെ നാട്ടിലെ ഭാഷയാണ്. ഈ പറയണ ഞാൻ തന്നെ, എനിക്ക് നാട്ടിൽ വെച്ച് ഹിന്ദി അറിയാൻ പാടില്ലായിരുന്നു. വിദേശത്ത് വന്ന് ദുബായിൽ വന്ന ശേഷം ഇവിടെയുള്ള സുഹൃത്തുക്കളോട് സംസാരിച്ച ശേഷമാണ് ഹിന്ദിയിൽ ഇച്ചിരിയെങ്കിലുമൊക്കെ സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയത്. അതുപോലെ ഇനി കുറേ കാലം കഴിയുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ നിർത്തലാക്കുമെന്നുള്ള പ്രഖ്യാപനമൊക്കെ വരുമ്പോൾ വരും. അതാണല്ലോ അവർ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിച്ചത്. അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതുപോലെ അതിന് മുമ്പ് അമ്മമാരൊക്കെ ചാടി പോട്ടെ പുറത്ത്, വിവരമുള്ളവർ ഭരിക്കട്ടെ, നാട് നന്നാവട്ടെ.